നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. പൂരാടം നക്ഷത്രം. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 മെയ് 1 മുതൽ 31 വരെ, അതായത് മേടം 18 മുതൽ ഇടവം 17 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ് നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന മാനസികമായ പിരിമുറുക്കങ്ങൾ എല്ലാം അകലുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ മാസം നിങ്ങൾക്ക് കുടുംബാംഗങ്ങൾക്ക് രോഗബാധകൾ ഉണ്ടായിരുന്നത് പരിപൂർണമായും ഭേദമാകുന്നതായാണ് മനസ്സിലാവുന്നത്. നിലവിലുള്ള നിങ്ങളുടെ സാമ്പത്തിക നില വളരെ മെച്ചപ്പെടുന്നു. കായികമായി അധ്വാനിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും തന്നെ ഏറെ പ്രയോജനമുണ്ടാവുന്ന മാസമാണിത്. ഇനി വീട്ടമ്മമാർക്കാണെങ്കിൽ കുടുംബസമാധാനം, സന്താനഭാഗ്യം, സന്താനങ്ങളിലൂടെ ഉണ്ടാകുന്ന സൗഖ്യം, ദാമ്പത്യ സൗഖ്യം, സാമ്പത്തിക ഭദ്രത എന്നിവ ലഭിക്കുന്നതാണ്. ഏത് വിഷയത്തിലും സംയമനത്തോടെ കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കാൻ ശ്രമിക്കേണ്ടുന്ന ഒരു സമയമാണിത്. വിദേശത്ത് ജോലി, ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. രാഷ്ട്രീയം, സിനിമ തുടങ്ങിയ കർമ്മരംഗങ്ങളിലും തൻ്റെ നേതൃപദവിയിലേക്കും പ്രശസ്തിയിലേക്കും ഉയരുവാൻ അധികം കാലതാമസം നേരിടേണ്ടി വരില്ല എന്നാണ് മനസ്സിലാവുന്നത്. ഇനി പ്രൈവറ്റ്, സർക്കാർ ജോലിക്ക് നോക്കുന്നവരാണെങ്കിൽ പരീക്ഷാവിജയം, കാര്യസാധ്യം, ജോലി സാധ്യത എന്നിവയും ഫലാർഹമാണെന്ന് കാണുന്നു. ഇനി പ്രണയകാര്യങ്ങളിലാണെങ്കിൽ എല്ലാവർക്കും തന്നെ ഫലങ്ങൾ ഉണ്ടാകുന്നതായും അവരവരുടെ പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ എന്നിവ ഫലപ്രാപ്തിയിലെത്തുന്നതായാണ് കാണുന്നത്. കൃഷിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഏർപ്പെട്ടവർക്കും കൃഷിയിൽ നിന്നും ഇതര വരുമാന മാർഗങ്ങളിൽ നിന്നും കൂടുതൽ ഗുണാനുഭവങ്ങളും ധനനേട്ടവും ലഭിക്കുന്നതായാണ് കാണുന്നത്. തൊഴിൽ രംഗത്തായാലും ബിസിനസ് രംഗത്തായാലും മറ്റുള്ളവരുമായി ഉള്ള സാമ്പത്തിക ഇടപാടുകൾ കോടതിയിലെത്തുവാൻ ഒട്ടും തന്നെ അനുവദിക്കുവാൻ പാടുള്ളതല്ല. തങ്ങളുടെ തന്മയത്വപരമായ, തികച്ചും സമാധാനപരമായ സമീപനമാണ് അഭിലഷണീയം. നിങ്ങൾക്ക് തുടർമാസങ്ങളിൽ ധനപരമായ ചില തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്നിവ ഉണ്ടായേക്കാം. താൽക്കാലികമായ അവയെല്ലാം തന്നെ അധികം താമസിയാതെ മാറുന്നതായി കാണുന്നുമുണ്ട്. ദാമ്പത്യസുഖം അനുഭവപ്പെടുന്നു. എങ്കിലും ദുരാരോപണങ്ങൾക്ക് വിധേയരാവേണ്ടി വരുന്നത് ശ്രദ്ധിക്കണം. കുടുംബത്തിൽ തന്നെയുള്ള ചിലരുമായുള്ള വിഷമതകളും വരുന്നതിനാൽ അതീവ ശ്രദ്ധ ഗുണം ചെയ്യുന്നതാണ്. ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിദേശയാത്രയോ ദൂരയാത്രയോ കാണുന്നുണ്ട്. ഇനി സർക്കാർ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായ സമയം തന്നെയാണിത്. മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും മറ്റു കുടുംബാംഗങ്ങൾക്കെല്ലാം തന്നെ സമയം ഉത്തമമാണെന്നാണ് തെളിയുന്നത്. നിങ്ങൾ ദീർഘനാളായി കാത്തിരുന്ന സമ്പാദ്യം കയ്യിൽ വന്നു ചേരുന്ന സമയമാണിത്. നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജീവിതത്തിൽ സുഖഭോഗങ്ങളിലും ആഡംബര ജീവിതത്തിലും കൂടുതൽ താല്പര്യം വന്നു ഭവിക്കുന്നതായാണ് തെളിയുന്നത്. പുതിയ വാഹനം വാങ്ങുന്നതായോ വാഹനങ്ങൾ മുഖേനയുള്ള സാമ്പത്തിക നേട്ടങ്ങൾ കൈവരുന്നതായോ കാണുന്നുണ്ട്. വിദ്യാർത്ഥികളാണെങ്കിൽ മികച്ച വിജയം തന്നെ നേടുവാനാവുന്ന സമയമാണ്. വീട്ടമ്മമാർക്ക് ഭർത്താവിൻ്റെയും മക്കളുടെയും ഉന്നതിയിൽ അഭിമാനിക്കാമെങ്കിലും അവരെക്കുറിച്ചുള്ള അനാവശ്യമായ ആധിയും ചിന്തകളും കാരണം ചില മാനസിക ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ സർക്കാരിൽ നിന്ന് അനുകൂല പ്രതികരണമുള്ള സമയമാണ്. സർക്കാർ രംഗത്തുള്ള അംഗീകാരങ്ങൾക്ക് അർഹത നേടുന്നു. വ്യാപാരികളാണെങ്കിൽ അപ്രതീക്ഷിത ലാഭം കൈവരുന്ന സമയമാണ്. ഇനി വിവിധ സേനാ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അനുകൂലമായ മാറ്റം, സമ്മാനങ്ങൾ, അവാർഡുകൾ എന്നിവ ഫലാർഹം. വിദേശത്ത് സ്ഥിരതാമസം നോക്കുന്നവരാണെങ്കിൽ വലിയ കാലതാമസം കൂടാതെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ സഫലമായാണ് കാണുന്നത്. കലാകായിക രംഗത്തുള്ളവരാണെങ്കിൽ മികച്ച നേട്ടമുണ്ടാവുന്ന സമയമാണ്.
വ്യാപാരികളാണെങ്കിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള നല്ല സമയമാണ് ഇതെന്നാണ് തെളിയുന്നത്. നാനാ വഴികളിലൂടെയുള്ള ആദായം നിങ്ങൾക്ക് ലഭിക്കുന്നതായി കാണുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും നല്ല സഹായ മനോഭാവമുള്ളതായാണ് മനസ്സിലാവുന്നത്. പരിപൂർണമായ കുടുംബസമാധാനം ലഭിക്കുന്നതാണ്. ദാമ്പത്യപരമായും നിങ്ങൾക്ക് നല്ല ഉയർച്ചയുള്ള സമയമാണിത്. സന്താനങ്ങൾ, സഹോദരർ എന്നിവർ ഉപരിപഠനത്തിന് ചേരുന്നതാണ്. ഉദ്യോഗാർത്ഥികളാകട്ടെ തൊഴിൽ ലഭിക്കുന്ന സ്ഥിതിവിശേഷം അനുഭവിക്കുന്നു. കർമ്മരംഗം, വ്യവസായമാണെങ്കിൽ വളരെയധികം പുരോഗതിയാണ് നിങ്ങൾക്ക് കൈവരാനിരിക്കുന്നത്. ഇനി ദീർഘകാലമായി അകന്നു നിന്നിരുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും സ്നേഹവും അഭിനന്ദനങ്ങളുമായി അടുത്തെത്തുന്നതായും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അകന്നു നിൽക്കുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും വരുവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അവരെ ഹാർദവമായി സ്വീകരിച്ച് നിങ്ങൾക്ക് തുടർ ജീവിതത്തിൽ സ്നേഹിച്ച് കഴിയാവുന്നതാണ്. നിങ്ങളുടെ ബന്ധുക്കളുടെയും ഗുരുജനങ്ങളുടെയും ഉപദേശങ്ങൾക്ക് അർഹമായ മാന്യത നൽകി, ബഹുമാനം നൽകി വേണ്ടുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ ശ്രമിക്കുന്നതിലൂടെ അവിചാരിതമായ അനുഗ്രഹങ്ങൾക്കും ധനലാഭത്തിനും സാധ്യതയുണ്ട്. വീട്ടമ്മമാരുടെ മനോകാമനകൾ പൂർത്തിയാവുകയും കുടുംബാംഗങ്ങളുമായുള്ള ദൃഢബന്ധത്തിനും സ്നേഹത്തിനുമുള്ള ഭാഗ്യം കൈവരുന്നതായുമാണ് കാണുന്നത്. ഏറെക്കാലമായുള്ള വിദേശ യാത്രാലക്ഷ്യം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതീവ പുരോഗതിയുള്ളതായും കാണുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, തുടർന്നുള്ള മാസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സാമ്പത്തിക പുരോഗതികളെല്ലാം തന്നെ വന്നു ഭവിക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കുവാൻ. നിങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ജീവിതത്തെ ആകെ തന്നെ മാറ്റിമറിക്കുവാൻ തക്ക ഭാഗ്യഗുണാനുഭവങ്ങൾ തരുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് കൈവരുന്നത്. ഈ മാസം അതിൻ്റെ തുടക്കമായിരിക്കുമെന്നാണ് തെളിയുന്നത്. നിങ്ങളുടെ ബുദ്ധിപരമായതും ജീവിതാനുഭവങ്ങൾ നിറഞ്ഞതുമായ നേട്ടങ്ങളിലൂടെ ഗുണഫലങ്ങളെല്ലാം തന്നെ പിന്നീട് സംരക്ഷിച്ച് പരിപാലിച്ച് സർവൈശ്വര്യങ്ങൾക്കും നിദാനമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ നിങ്ങൾക്കുണ്ടാകുന്ന തടസ്സങ്ങളും താൽക്കാലികമായ പ്രതിസന്ധികളും ഒഴിവാക്കുന്നതിനായി ശ്രീരാമ ക്ഷേത്രം സന്ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും ഗണപതി പ്രീതിയും ശാസ്താക്ഷേത്ര ദർശനവും ശിവഭജനം, സുബ്രഹ്മണ്യ ദർശനം എന്നിവയും വളരെയധികം ഗുണങ്ങൾ നിങ്ങൾക്ക് പ്രാപ്തമാക്കി തരുന്നു. നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോയി വിളക്ക് തെളിയിക്കുന്നതും വളരെ ഉത്തമമായ കാര്യമാണ്. കൂടാതെ സകലവിധ ഐശ്വര്യങ്ങൾക്കും ക്ഷേമത്തിനും വേണ്ടി രാമമന്ത്രം ഉരുവിടുന്നതും സാധിച്ചാൽ അതിരാവിലെയും സന്ധ്യാസമയത്തും ഗൃഹത്തിൽ ദീപം തെളിയിക്കുന്നതും നിങ്ങൾക്ക് വരുവാൻ പോകുന്ന സമ്പദ് സമൃദ്ധിയെയും ആയുരാരോഗ്യ സൗഖ്യത്തെയും വർദ്ധിപ്പിക്കുവാനും തുടർന്ന് അവയെല്ലാം നിങ്ങളിൽ തന്നെ നിലനിർത്തുവാനും സഹായിക്കുന്നു. ജാതി മതഭേദമന്യേ അവരവരുടെ ആരാധനാലയങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും സന്ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണഫലാർഹവും ഈശ്വരാനുകൂലം വർദ്ധിക്കുന്നതിനും സഹായകമാകുന്നു. 6, 15, 16, 24, 26 എന്നീ തീയതികൾ ശുഭകാര്യങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. അശ്വതി, മകയിരം, പൂരം, ഉത്രം, മകം, അവിട്ടം, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് പൂരാടം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്ന നക്ഷത്രങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സൗഹൃദത്തിലായാലും പങ്കാളിത്ത ബിസിനസ്സിലായാലും ശുഭകാര്യങ്ങളുടെ ചർച്ചകളിലും തീരുമാനങ്ങളിലുമായാലും ഈ നക്ഷത്രജാതരെ ചേർക്കുന്നത് ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നതായി കാണുന്നു. 6 ആണ് പൂരാടം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ. പിങ്ക് ആണ് ഭാഗ്യനിറം. വെള്ളിയാഴ്ച ദിവസങ്ങളാണ് പൂരാടം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ദിവസങ്ങൾ. ശുഭകാര്യങ്ങൾ ആരംഭിക്കുന്നതിനായി നിർദ്ദേശിച്ചിട്ടുള്ള തീയതികളിൽ നിർദ്ദിഷ്ട നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ അണിയുന്നതും നിയുക്ത ദിവസങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നതും ഏറെ ഗുണപ്രദമായി കാണുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി
ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും, കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.